ഭാബിനെ ഫസ്റ്റ് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര കളറും ഭയങ്കര മൊഞ്ചാന്ന്. നേരിട്ട് കണ്ടപ്പോഴല്ലേ ഫുൾ മേക്കപ്പാന്ന് മനസ്സിലായത്. പാത്രം കഴുകാൻ അറിയില്ല, പാത്രം കഴുകിയൊന്നും ക്ലീൻ ആയിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി. ഇത്ര നേരമായിട്ട് കുക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഉമ്മ പാവായതുകൊണ്ട് ഒന്നും പറയാനില്ല. വന്നോ, വാ നമുക്ക് ഒരുമിച്ച് ഫുഡേക്ക്. ഞാൻ കുറേ നേരം ഈ ബാബിനെ വെയിറ്റ് ചെയ്യുന്നു. വാ. ഓ, സ്കൂളിലൊക്കെ നല്ല മാർക്ക് വാങ്ങി. ഞാനൊക്കെ ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് ആയിരുന്നു. എപ്പോഴും ടീച്ചേഴ്സൊക്കെ പറയും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചേഴ്സൊക്കെ പറയും ഭയങ്കര മാർക്കാണ് അതായത്. ഓ, ആ മാർക്ക് ഇപ്പോൾ ആർക്കും വാങ്ങിയെടുക്കാൻ അതൊന്നും ഒരു വിഷയമല്ല. ഞാനൊക്കെ നല്ല മാർക്കായിരുന്നു. ഇക്ക പണ്ട് നമ്മൾ എവിടെ വിളിച്ചാലും വരും. ഇപ്പം കല്യാണം കഴിഞ്ഞ മുതൽ മൊത്തം ചേഞ്ചസാണ്. നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാനേ ടൈമില്ല. ആരെങ്കിലും പിടിച്ചു വെക്കുന്നതാണോ എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് ഡൗട്ട്. ഇതൊക്കെ ബാബി എടുത്ത ഫോട്ടോസാ. ഒരു ഫോട്ടോഗ്രാഫർ ആവാനുള്ള ടാലൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. അന്ന് പിന്നെ ഒരു ഇൻസ്റ്റയിലൊക്കെ ഒരു പേജൊക്കെ തുടങ്ങി ഇത് ചെയ്തൂടെ? ഞാൻ വരാലോ ലൈറ്റ് പിടിക്കാൻ. ഓ, ഇത് ഭാവി ചെയ്തതാ. അപ്പം തീരെ മണ്ടത്തിയല്ലേ? ഫാഷൻ ഡിസൈനിങ് ആണോ പഠിച്ചേ? അതെന്താ പഠിക്കാൻ കഴിവില്ലായിട്ടാ? പിന്നെ ഓരോ മണ്ട സ്വപ്നങ്ങൾ. ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടൊക്കെ ഇവിടെ എവിടെ എത്താനാ? പഠിക്കാനുള്ള മടികൊണ്ട് ചോയ്സാണ് ഡ്രീമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോഴ്സ് അങ്ങ് എടുക്കും. നല്ല ബുദ്ധിയുള്ളവർ വേറെ നല്ല ഫീൽഡിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ. ഈ വൈറ്റ് കൊടുത്ത ബാബി എടുത്തോ. ബാബിക്ക് വൈറ്റ് കളർ സൂപ്പറാണ്. വൈറ്റ്, പിങ്ക് എല്ലാ കളറും സൂപ്പറാണ്. ബട്ട് വൈറ്റ് കുറച്ചുകൂടി സൂപ്പറാണ്. ഇത് എനിക്ക് വേണ്ട, ഞാൻ മറ്റേതെടുത്തോളൂ. രണ്ടാൾക്കും സെയിം ഡ്രസ്സ് എടുത്തതാ. അത് ഇട്ടിട്ട് എനിക്കല്ലേ കൂടുതൽ ചേർന്നത്. ആ, ഭംഗിയൊക്കെ ഉണ്ട്. ബട്ട് അതിലും അന്ന് എല്ലാവരും പറഞ്ഞത് എന്നെ കാണാൻ, ആ ഡ്രസ്സിൽ എന്നെ കാണാനായിരുന്നു കുറച്ചുകൂടി ഭംഗി. എനിക്കത് ഞാനെന്ന് വെച്ചാൽ ജീവൻ. ഇവിടെ എല്ലാവരെക്കാളും ഇഷ്ടം. ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ ഭാവിയും. നിങ്ങൾ പുറത്തു പോകണോ? എന്നെ വിളിച്ചില്ലല്ലോ. അല്ല, എവിടെ പോകുമ്പോൾ ഞാനും പോകുന്ന. വിളിക്കാൻ മറന്നതായിരിക്കും. ഇപ്പോൾ വരുമായിരിക്കും വിളിക്കാൻ. എത്ര മണിക്കാണ് പോകുന്നേ? എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ? ഭാവി ഭാവി, അയാളുടെ ഷർട്ട് ശ്രദ്ധിച്ചോ? ഭാവി ഇതേ പുഡിങ് ആക്കിപ്പോൾ തീരും. ഇങ്ങനെ മെല്ലെ കഴിച്ചുകൊണ്ടിരുന്ന പുഡിങ് ഐസ്ക്രീം ഒക്കെ തീർന്നു. ഇത് എനിക്ക് ലാസ്റ്റ് പീസ് ഒന്ന് കിട്ടിയതാ. ഇത് ഭാബി എടുത്തോ, ഞാൻ ഒന്നുകൂടി ചെന്നോക്കട്ടെ. ഓ, അന്നത്തെ ഫങ്ഷനോ? അത് ഭാബി ഉണ്ടായിരുന്നില്ല ഫാമിലി ഗ്രൂപ്പിൽ. ഓ, ഞാൻ ആഡ് ചെയ്യാൻ മറന്നു. അതായത് ഫാമിലി ഗ്രൂപ്പിൽ എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭാബിനെ അതിൽ ആഡ് ആക്കാൻ മറന്നുപോയി. ഈ റൂമിലല്ലേ എ സി ഉള്ളൂ. എൻ്റെ 2 മക്കളെ ഇവിടെ കിടത്തുന്നുണ്ടേ. ബുദ്ധിമുട്ടാവില്ലല്ലോ? സീനത്തമ്മായിക്കോ? സീനത്തമ്മായി ഭയങ്കര കമ്പനിയായോ? അത് എന്നെ പോലെ തോന്നിയിട്ടായിരിക്കും. സീനത്തമ്മായിക്ക് ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആരും എന്നെ പോലെ തോന്നുന്നുണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സീനത്തമ്മായി ആരോടും സംസാരിക്കില്ല. ഫുൾ ടൈം നിങ്ങൾ ഒരുമിച്ചാണല്ലോ. നിങ്ങൾ മാത്രം പുറത്തു വന്നെന്താ? എൻ്റെ കുട്ടികളെയും കൂട്ടിക്കോ. ഭാബി വാശി പിടിച്ചിട്ടായിരിക്കും. അല്ലാണ്ട് ഇക്ക ഞങ്ങളൊക്കെ കൂട്ടാണ്ട് എവിടെയും പുറത്തു പോകലില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മുതൽ ഇവർ രണ്ടാളും എപ്പോഴും പുറത്തു പോവാ. ഉമ്മാനോട് പറഞ്ഞ് ശരിയാക്കി തരാം. ഞാനപ്പം തന്നെ വിട്ടു. ആ ഭാബി, ഇങ്ങ് വാ, ഇവിടെ ഇരിക്കി. നമ്മളൊക്കെ പഴയ ജിന്നിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞിരിക്കുക. വാ, ഇവിടെ ഇരിക്കി. എന്താ ഭാബി, ഇക്കായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇക്കാക്ക് പിന്നെ ചെറിയ കാര്യം മതി ചൂടാവാൻ. ഭാബി സോറി പറഞ്ഞ് ചെല്ലൊന്നും വേണ്ട, ഇക്ക ഇങ്ങോട്ട് വരട്ടെ. ഇക്കാക്ക് ഭാബി കഴിഞ്ഞിട്ട് ആരുള്ളൂ. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇക്ക തന്നെ ഇങ്ങോട്ട് വന്ന് ഭാബിൻ്റെ അടുത്ത് മിണ്ടിക്കോളൂ. വെറുത്തോ കാറില്ലാണ്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു. വാ, നമുക്കൊന്ന് പുറത്തോ. ഇക്ക, ഭാബിയുടെ പ്രോബ്ലം എന്താ? ആയിഷത്താത്ത തമാശക്ക് നിറം കുറവാന്നൊക്കെ പറഞ്ഞേനെ. ഭാബി എന്തൊക്കെയോ പറഞ്ഞു ചൂടായി. ഒരു തമാശയായിട്ട് എടുക്കാൻ അറിയില്ല. നമ്മുടെ കുടുംബം മൊത്തം തെറ്റിക്കും. ഇതിപ്പോൾ ആയിഷത്താത്തക്ക് നമ്മളോട് ദേഷ്യമായില്ലേ? നമ്മൾ പറഞ്ഞു കൊടുക്കായിട്ടാന്ന് വിചാരിക്കില്ലേ? ഇക്ക ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മിനിയാന്ന് സുലൈത്താത്ത വന്നപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് സുലൈത്താത്തൻ്റെ അടുത്ത് സംസാരിച്ച് വേഗം റൂമിൽ കയറി കിടന്നു. എപ്പോഴും റൂമിലാണ്. ഇക്ക ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല. അവർ പുറത്ത് പോകുമ്പോൾ ഞങ്ങളെയൊന്നും വിളിക്കുന്നില്ല. ഇക്കനെ ഫുള്ള് മാറ്റി. മാഷാല്ലാ, അവർ അക്സെപ്റ്റ് ചെയ്തോ? ഭാവിക്ക് അപ്രൂവൽ കിട്ടി. ട്രീറ്റ് വേണം. ഓക്കെ, ആയിക്കോട്ടെ, ട്രീറ്റ് എൻ്റെ വക. കം. ഓ ഹലോ, കുക്കിംഗ് അറിയില്ല എന്ന് അറിയാനേ. ഭാബി എൻ്റെ വീട്ടിൽ കുക്കായിട്ട് വന്നോന്നല്ല.
താത്തക്ക് എന്താ അറിയുന്നേ? ആ വേവാത്ത ചോറും ഒരു മീൻകറിയും. ഭാവി നല്ല അടിപൊളി പുഡിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും. ഒരു കുക്കിംഗ് ടീച്ചേഴ്സ് വന്നിന്.